അവധി ദിവസങ്ങളിൽ കുറച്ച് വൈകി എണീക്കുക, എന്നിട്ട് കാലത്തെ തന്നെ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുക എന്നുള്ളത് നമ്മളെല്ലാ വീട്ടമ്മമാരുടെയും ഒരു സ്വഭാവമായിരിക്കുമല്ലേ. അങ്ങനെ വളരെ തിരക്കേറിയ മറ്റൊരു ദിവസത്തിലേക്ക് നമുക്ക് കടന്നാലോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസത്തെ യാത്ര. നമ്മുടെ വീട്ടിലത്തെ ഫ്രിഡ്ജിമേ ഒരു വീക്കിലി ബോർഡ് ഉണ്ടാവും കേട്ടോ. അതിലൊരു മെനു ഉണ്ടാവും. ആ മെനു നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഊണും മഷ്റൂമാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. കാലത്ത് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചപ്പാത്തിയാണ് ഇന്നത്തെ മെനു ആയിട്ട് നമ്മുടെ അക്രിലിക് ബോർഡ് പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം എടുത്താൽ മതി. ഞാൻ വലിയ കഷ്ണമാണ് നമ്മുടെ ഈ പനീർ മേടിക്കുക. പനീർ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെറുതെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഗരം മസാലയൊക്കെ തിരുമ്പി ശ്രീക്കുട്ടനെ വറുത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ചോറിൻ്റെ ഒപ്പം ഇത് കൂട്ടി കഴിച്ചോളും ഉച്ച ദിവസങ്ങളിൽ കേട്ടോ. അല്ല ഉച്ച ദിവസങ്ങളിലല്ല, ഉച്ച നേരങ്ങളിൽ ചില ദിവസം. അപ്പോൾ നമ്മൾ വലിയ കഷ്ണം പനീറാണ് മേടിക്കാറുള്ളത്. ഇന്നപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞ് കഷ്ണം പനീർ എടുത്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഷ്റൂമും കൂടി ഉണ്ട്. അതും കൂടെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂണ് കറി വെച്ചപ്പോൾ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും പറയുണ്ടായി ഇതിൻ്റെ തോലൊക്കെ കളയണമെന്ന്. ചില കൂണുകൾ മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് കിടക്കുള്ളൂ. ഇത് നമുക്ക് വെറുതെ അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ പുരട്ടി കഴിക്കാവുന്ന ഒരു പാൽക്കൂണാണ്. അപ്പോൾ നമ്മൾ ഇതാ മഷ്റൂമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പനീറും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പൊടികളൊക്കെ ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇടാം. നമുക്കൊന്ന് ഒത്തിരി ഉപ്പും മുളകും ആയി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ അതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മന്തിയുടെ മസാലയൊക്കെ ഇടും കേട്ടോ. ചില സമയങ്ങളിൽ നമ്മുടെ മഞ്ചൂരിയൻ മസാലയൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് വയ്ക്കുമല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നല്ല ബട്ടർ ഉണ്ടല്ലോ അതിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കേട്ടോ. വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടച്ച് വെച്ചിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ആ കൂണും അതുപോലെ തന്നെ നമ്മുടെ പനീറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം കേട്ടോ. സൈഡിലായിട്ട് ഇപ്പോൾ ഒരു ഹാങ്ങർ ഇങ്ങനെയുള്ള കാരണം കൊണ്ടേ പഴയ തോർത്തുമുണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാറായിട്ടുള്ളത്, അത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഞാൻ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലും കരിമ്പൻ അടിക്കുകയും അതുപോലെ തന്നെ അവിടെ മാത്രം വൃത്തികേടാവുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മിക്കത് ഏപ്രിലിടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവോളയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി എടുത്തിട്ടില്ല, കാരണം നല്ല എരിയാണ് ഇപ്രാവശ്യം വന്ന സവോളയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞുള്ളിക്കും ഒക്കെ. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരുന്നു തോന്നുന്നു ഇതിന്. ഞാൻ നമ്മുടെ എല്ലാ കറികളിലും പച്ചമുളക് ഇടും കേട്ടോ. ഇവിടെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് മാത്രമല്ല, മുളക് പൊടി കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. നമ്മളെപ്പോഴും നാടൻ്റെ ആൾക്കാരല്ലേ, നമുക്കത് കാരണം കൊണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ള കറികളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു കൊടുത്തിട്ടുള്ള നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. നമ്മളിതിൽ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അതിന് പകരം നമുക്ക് അവസാനമാകുമ്പോൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. പിന്നെ പൊടികളായിട്ടുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള മസാലകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ മഞ്ചൂരിയൻ്റെ മസാലയോ അല്ലെങ്കിൽ ബട്ടർ പനീറിൻ്റെ മസാലയോ എന്തിട്ടെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ പനീറാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴേ നമുക്ക് കുറച്ച് സോയ സോസും അതുപോലെ തന്നെ കെച്ചപ്പും ചില്ലി സോസും ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സോയ ഒഴിക്കുമ്പോഴേ നല്ലൊരു കളറും ഒരു പ്രത്യേക ഫ്ലേവറും വരും. പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്മെല്ലൊക്കെ വരും നമ്മുടെ കറിക്ക് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ക്രീമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് നാളികേരം പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നാളികേരം പാല് മാത്രം ഒഴിച്ചാലും ക്രീം മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഗ്രേവി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞു വരുമ്പോഴേ നമ്മുടെ ഈ പനീറും കൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ആക്ച്വലി ഈ കറി ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തേക്ക് നമുക്ക് ചപ്പാത്തിക്ക് എന്താ ഉണ്ടാക്കേണ്ടത് ചിന്തിക്കുകയെ വേണ്ട. നമ്മളെ കൂടെ 3 ആൾക്കാരല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ചേട്ടന്മാർ 2-3 ആൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇത് തരിയും. നമുക്ക് കുറച്ചേ കഴിക്കുള്ളൂ എല്ലാവരും. നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം പനീർ കറി റെഡി. ചപ്പാത്തി ഉണ്ടാക്കാം.
ഇപ്രാവശ്യം കടയിൽ പോയി വന്നപ്പോഴാണ് 2 പാക്കറ്റ് ചപ്പാത്തി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ നമുക്ക് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. കറികൾ മാറ്റി പിടിക്കുന്നുണ്ടെങ്കിലും ചപ്പാത്തി നമുക്ക് ഈ ഒരു സ്റ്റൈലിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുട്ട ഒഴിച്ചിട്ട് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കും. അതുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ പനീർ മഷ്റൂം മസാലയാണ് നമ്മുടേതായ രീതിയിൽ വെച്ചതാണ് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ഉഗ്രാവുന്നത് തോന്നിയ കാരണം കൊണ്ട് കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ തന്നെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ബട്ടർ പനീർ മസാലയും അതുപോലെ തന്നെ എന്തൊരു എറാലതിലൊക്കെ കാപ്പിയും കൂടി നമുക്ക് കഴിച്ചാലോ. ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇതിലങ്ങോട്ട് മുക്കി അതങ്ങോട്ട് വായിൽ വെക്കാം. സെറ്റാണ്, അടിപൊളി. ഞാൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് പറയല്ല, കറിയുടെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ആസ്വദിച്ച് നക്കി തുടച്ച് തിന്നുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ. അപ്പോൾ അടിപൊളി കറിയായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കേട്ടോ. ഇനി നമുക്ക് പതുക്കെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത്തിരി ചായയൊക്കെ കുടിച്ച് നമ്മുടെ ദിവസം ഇനി എങ്ങനെയാവണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. ഈ കാപ്പി ഈ കുട്ടകത്തിൽ കുടിക്കുന്നത് എനിക്കൊരു ശീലമാണ്. അതിലൊട്ടും മധുരമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ 2 തുള്ളി ഹണി ഒഴിക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കാപ്പി ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട്. നമ്മുടെ കാപ്പി എന്ന് പറയുന്നത് സ്പെഷ്യൽ കാപ്പിയാണ്. കുറച്ച് ചുക്കും അതുപോലെ തന്നെ ഒരു മസാല ടേസ്റ്റാണ് വരിക കാപ്പിക്ക്. ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കി വെക്കുന്നതാണ്, പട്ടയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് ഈ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ വിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ പറഞ്ഞ് നാട്ടുകാരോടും വീട്ടുകാരോടും മണിയോടും കിണിയോടും ഒക്കെ വിശേഷം പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടൻ ക്ലാസ്സിലാത്ത കാരണം ഡെൽസി ആൻറ്റിയുടെ അടുത്തുനിന്ന് പോയി അവൻ കുറേ റംബൂട്ടാൻ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റംബൂട്ടാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദിവസമായിട്ട് ഡെൽസി ആൻറ്റി വിളിക്കണു. പക്ഷേ പോവാനായിട്ട് എനിക്കൊരു സമയം കിട്ടണില്ല. അത് കാരണം ശ്രീകുട്ടൻ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ പൊട്ടിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മുടെ കാലത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കുഞ്ഞ് യാത്രയുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. നമ്മൾ മെഡിഗ്ലോയിൽ പോവാണ് കേട്ടോ, നമ്മുടെ തൃശ്ശൂരുള്ളത്. അപ്പോൾ നമുക്ക് പാർവതി ഡോക്ടറുടെ ക്ലിനിക്കാണ് അവിടെ തൃശ്ശൂർ. നമ്മൾ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറങ്ങണത് കേട്ടോ. അടുത്ത ഞാൻ സാരി കൊടുക്കുന്നതാണോ അതുപോലെ പാൻറ് ഷർട്ടും വെസ്റ്റേൺ മോഡൽ ഡ്രസ്സുകളുള്ളതാണോ ഇഷ്ടം? ഇവരൊക്കെ അങ്ങനെയാണ്. ഞാൻ സാരി കൊടുക്കുക അല്ലെങ്കിൽ ചുരിദാർ ഇടുക അതൊക്കെ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ. ഞാൻ നമ്മുടെ മിന്ത്രയിൽ നിന്ന് ഓഫർ വന്നപ്പോൾ കുറച്ച് ടോപ്പും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇരിക്കുന്ന പാൻസും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇന്ന് അത് കാണിച്ചു തന്നിട്ട് അതോടൊപ്പം അത് ഇട്ടിട്ട് നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ 3 പാൻറ് ഉണ്ട് കേട്ടോ. 3 പാൻറ്റും നിങ്ങൾ ഞാൻ പല സ്ഥലത്തേക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടോ. ഭയങ്കര കംഫർട്ട്. ഭാഗ്യ ശബ്ദല്ലേ ചപ്പാത്തി ഉണ്ടാക്കല്ലേ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നത്. എനിക്കെന്നെ തോന്നിയപ്പോഴാണ് എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങിയത് കേട്ടോ. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു, പിന്നെ കുറച്ചും കൂടെ തടി വെച്ചപ്പോഴാണ് യൂസ് ചെയ്യാണ്ടായി തുടങ്ങിയത്. മജന്ത, ഈ ഏഷും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറ്, പിന്നെ ഇതുപോലെ ബ്ലാക്ക്, 3 ഒരേ മെറ്റീരിയൽ അതുപോലെ തന്നെ ഒരേ കമ്പനിയുടെ സെയിം അളവിലുള്ള 3 പാൻറ്റുകൾ ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഷേപ്പ്ഡ് ബോഡിയാണേ. അപ്പോൾ നമുക്കിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ഇടുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് കുറയില്ലേ. അത് കാരണം ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ഡ്രസ്സുകളാണ് കൂടുതലും ചൂസ് ചെയ്യുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ശ്രീജയെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു 3 പാൻറ്റും അതോടൊപ്പം തന്നെ പുതിയത് മേടിച്ചിട്ടുള്ള കുറച്ച് ടോപ്പുകളുണ്ട്, അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇറങ്ങി കെട്ടി ഒരുങ്ങി പോവല്ലേ. അപ്പോൾ പിന്നെ കുറേ ദിവസമായല്ലോ. ഈ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാതിട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ ഫാമിലിക്ക് കാണിച്ചു
കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഇതൊരു മഞ്ഞ ടോപ്പാണ് കേട്ടോ. ഇത് വലിയ വിലയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരുപാട് വിലയുടെ ഡ്രസ്സുകൾ എടുക്കാറുമില്ല. കാരണം നമ്മൾ തടി വെക്കുന്നതും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തടി കുറയും, പിന്നെ അത് പാകമാവാണ്ടാവും. പിന്നെ കുഞ്ഞനും ചേച്ചിയൊക്കെ ഉള്ള കാരണം കൊണ്ട് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ബട്ടൺസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ആ ഒരു ബീച്ച് വൈബിലുള്ള നമ്മുടെ മജന്തയും അതുപോലെ തന്നെ കുറേ പൂക്കളുള്ള ഈ ഒരു ടോപ്പും ഇതും നമ്മൾ മിന്ത്രയിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഡ്രസ്സുകൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവില്ല. ഈ കുത്തി തറക്കുന്ന പരിപാടി ഒട്ടും പറ്റില്ല. ഞാൻ എന്തോരം ആ ഡ്രസ്സ് ഭംഗിയുണ്ട് വില കൂടുതലിനെയാണ് പറഞ്ഞാലും മനസ്സ് നമുക്കത് ഇടുമ്പോൾ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ ഇടുന്ന പ്രശ്നമില്ല കേട്ടോ. ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അമ്മയൊക്കെ നിർബന്ധിച്ച് എത്രയൊക്കെ കുത്തി തറക്കുന്ന ഡ്രസ്സായാലും നമ്മളത് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം അത് പോയി പണി നോക്കാൻ പറയും നമ്മൾ. എത്രയധികം കംഫർട്ടബിൾ ആവുന്നോ അത്രയധികം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും നമ്മൾ. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്ക് സ്ക്വയറിനൊക്കെയുള്ള ടോപ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ണാടയൊക്കെ വെച്ച് നല്ല അടിപൊളി പ്രസനം കാണിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാനുള്ള കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വക പ്രസനങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു എന്താ പറയുക ടോപ്പ് 3 ടോപ്പ് നന്നായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇട്ടിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മളൊരു വൈറ്റ് ടോപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നേക്കാളും മുന്നേ ഈ ഒരു 3 ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പക്ഷേ ഇപ്പൊ പുതിയത് മാറിയിട്ടാ കൊള്ളാമോ ഗൈസ്. കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ മെഡിക്ലോക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ അയ്യന്തോളുള്ള ഒരു ക്ലിനിക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ മെഡിഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ അയ്യന്തോളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഒരു കോസ്മെറ്റോളജി സെൻ്ററാണ് കേട്ടോ. അവിടെ നമ്മുടെ പാർവതി ഡോക്ടറും അതുപോലെ തന്നെ മനോജ് ഡോക്ടറും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കോസ്മെറ്റോളജി സെൻ്ററാണ്. അപ്പോൾ അസ്തെറ്റിക് ട്രീറ്റ്മെൻറ്റ്സുകളും അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്, ആൻറ്റി ഏജിങ്, ആക്നി, അതുപോലെ തന്നെ സ്കാർ ട്രീറ്റ്മെൻറ്റ്സ്, ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ലൈഫ് സ്റ്റൈൽ വെൽനെസ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ മെഡിഗ്ലോയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഡോക്ടറോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം. ഇപ്പോൾ ശ്രീജയുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിനകത്ത് ആകെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചൊരു ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ട്. ജോ ലൈൻ ഇസ് നോട്ട് പ്രോമിനന്റ് ആൻഡ് യുവർ സ്മൈൽ ലൈൻ ഇസ് വിസിബിൾ. സ്മൈൽ ലൈൻ ഏജിനെ കമ്പയർ ചെയ്യുമ്പോൾ വിസിബിൾ ആണ്. അപ്പോൾ ഈ സ്മൈൽ ലൈൻ കുറച്ച് നമ്മുടെ സ്കിൻ ടൈറ്റൻ ആകുമ്പോൾ സ്മൈൽ ലൈൻ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ഔട്ട് ആവും. അതിനൊരു ജസ്റ്റ് ടൈറ്റനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ജോ ലൈൻ കുറച്ചുകൂടെ ഒന്ന് പ്രോമിനന്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചെക്റ്റബിൾസ് ഒന്നും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹൈഫു അഥവാ MFU എന്ന് പറയുന്നത്. അതായത് ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്കിൻ ടൈറ്റൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഫാറ്റ് കുറയ്ക്കുക. ഇപ്പൊ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കഴുത്തിന്റെ അടിയിൽ ഒരു ചെറിയ തൂങ്ങൽ പോലെ വരും. അത് ഒത്തിരി പേരുടെ ഒരു കൺസേൺ ആണ്. അത് ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. അപ്പൊ അത് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് വന്നതിന് ശേഷവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹൈഫു. ദിസ് ഇസ് അവർ ഗ്രാവിറ്റി. നമ്മുടെ ഗ്രാവിറ്റി ഈസ് ഓൾവേസ് പുള്ളിങ് എസ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാവിറ്റിയുടെ ഒരു ഇഫക്റ്റ് കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് താഴത്തേക്കുള്ള ടെൻഡൻസിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബക്കൽ പാഡ് ഓഫ് ഫാറ്റ് പതുക്കെ പതുക്കെ തൂങ്ങാൻ തുടങ്ങും. അത് പതുക്കെ ഈ ഒരു ജോൾസിൽ വന്നിട്ട് അടിയും. അതാണ് നമുക്കൊരു 40 വയസ്സാകുമ്പോഴത്തേക്കിനും പതുക്കെ പതുക്കെ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് രേഷ്മ ഡോക്ടർ, നമ്മുടെ മറ്റൊരു കൺസൾട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഡോക്ടർക്കും എന്തൊക്കെയോ പറയാനുണ്ട് അത്ര നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നമുക്ക് കേട്ടു നോക്കാം. ഡോക്ടർ, എനിക്ക് തോന്നുന്നു കുറെ ഷൂട്ട്സും ഇതൊക്കെ കാരണം തോന്നുന്നു ഭയങ്കര ടാനിങ്. ആക്ച്വലി ഈ ഫൈൻ ലൈൻസ് അല്ലാതെ ശ്രീജിന്റെ മുഖത്ത് ഇങ്ങനെ കുറെ ആയിട്ട് ഈ നെറ്റിയുടെ ഭാഗത്തും ഈ സൈഡിലുമായിട്ട് അത്യാവശ്യം ടാനിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് വെച്ച് 2-3 തരമുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വൺ ഈസ് കെമിക്കൽ പീൽ എന്ന് പറയും. കെമിക്കൽ പീൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏജൻസ് നമ്മൾ മുഖത്തിട്ടിട്ട് ആ ഫൈൻ മേലത്തുള്ള സ്കിൻ ലെയറിനെ നമുക്ക് ഫാസ്റ്റിനായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്ത് കളയുന്ന പ്രൊസീജിയറാണ്. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ലേസർ തെറാപ്പിയാണ്. പീക്കോ ലേസർ എന്ന് പറയും. ലേസർ വെച്ചിട്ട് നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള മെലാനിൻ പിഗ്മെന്റിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്.
മെലാനിൻ പിഗ്മെന്റിനെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളത് പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വാട്ട് ബോഡിയിൽ മാസ്റ്റ് സെൽസ് ഒക്കെ വന്നിട്ട് ബോഡി തന്നെ ആ പിഗ്മെന്റേഷൻ, എക്സസ് ആയിട്ടുള്ള പിഗ്മെന്റേഷനെ ബോഡി തന്നെ റിമൂവ് ചെയ്തു. അതൊരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ഒക്കെ അതൊക്കെ ഔട്ട്സൈഡ് ഒരു ഫാക്ടർ അല്ലേ. ഉള്ളിൽ നമുക്ക് അത് എഡിറ്റീവ് ഫാക്ടർ പോലെ പറയും നമ്മൾ. ഉള്ളിൽ നമുക്ക് അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ഇറ്റ് വിൽ ബി ആക്ച്വലി സീൻ ഓൺ യുവർ സ്കിൻ. അതേപോലെ നമ്മൾ പുറത്തുനിന്നുള്ള ട്രീറ്റ്മെന്റ്സ് കേരളത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കോസ്മെറ്റോളജി സെന്റർ ആണ് കേട്ടോ നമ്മുടെ മെഡിഗ്ലോ തൃശ്ശൂരിലുള്ളത്. ഇവിടെ തൃശ്ശൂർ മാത്രമല്ല, നമുക്ക് കൊല്ലത്തും പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് മനോജ് ഡോക്ടർ. മനോജ് ഡോക്ടർ ഇവിടെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഏജിങ് വരുന്നതോടെ നമ്മുടെ ഗ്രാവിറ്റിയുടെ ഒരു ഫോഴ്സ് അനുസരിച്ച് ഡോക്ടർ പറയുന്നത് നമുക്കൊരു സാഗിങ് വരുന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിക് ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ലൂസായിട്ട് നമുക്ക് സാഗിങ് വരും. അപ്പൊ എനിക്ക് അങ്ങനെ സാഗിങ് ഒന്നും വരേണ്ട ഏജ് ആയിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നമുക്ക് നന്നായിട്ട് സ്മൈലി ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് അധികം ഉണ്ട്. അപ്പൊ അതൊന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് ജസ്റ്റ്, അതായത് ഒരു ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വഴി ചെയ്യാന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. HIFU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ഒരു ഹീറ്റ് പോലെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഈ സ്കിന്നിന്റെ ഡീപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആ ഒരു ഡാമേജ് ഉണ്ടല്ലോ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയുക, സെൽസിനൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രായമാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഏജ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിഗ്ലോന് ചെന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അവർ ടൈറ്റൻ ചെയ്ത് തരും കേട്ടോ. ഒട്ടും പെയിനില്ലാത്ത, അതായത് വേദനയില്ലാത്ത ഒരു പ്രൊസീജിയറാണ്. വ്രിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്കുള്ള ഏരിയകളിലൊക്കെ ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അവർ. സ്കാർസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ വിസിബിൾ ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്നിന്റെ ടോൺ നഷ്ടപ്പെടുമ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്കിന്നിന്റെ ടോണൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡൾ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓൺഗോയിങ് ആണ്. ഇതിന്റെ റിസൾട്ട് പെട്ടെന്നൊന്നും കാണില്ല. ഫൈൻ ലൈൻസ് ഇപ്പോഴത്തെ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ടുവേർഡ്സ് യു റൈറ്റ് സൈഡ് ഫൈൻ ലൈൻസ് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോഴത്തെ ഫൈൻ ലൈൻസ് നല്ല എവിഡൻസ് ആണ്. ഇപ്പോഴത്തെ ആണെങ്കിലും ഈ ജോവൽ ഏരിയ, ഈ ഒരു ചെറിയൊരു നെല്ലിക്ക പരുവത്തിലിരിക്കുന്നത് ഈ ഭാഗത്ത് അറിയാൻ തന്നെ ഇല്ല, നല്ല ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സൈഡ് നമുക്ക് ചെയ്യല്ലേ. ഇപ്പൊ രേഷ്മ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിലത്തെ നന്നായിട്ടൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കണ്ടപ്പോൾ നമ്മൾ അടുത്ത സൈഡിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, അത് അസിമെട്രിക്കൽ ആവുമെന്ന്. പക്ഷെ അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളും ഒന്നും വേണ്ട. നല്ല രീതിയിൽ മെഷർമെന്റ് ഒക്കെ എടുത്ത് കുറച്ചധികം നേരം എടുത്തിട്ടാണ് അവർ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ ആക്ച്വലി റിവ്യൂ ചെയ്യായിരുന്നു എന്താണ് മാറ്റം. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറോട് വലിയ മാറ്റം കാണാൻ പറ്റും. മീൻസ് നമുക്ക് അങ്ങനെ ഡോക്ടർമാർ പറയുന്നത് അവർ ഒരുപാട് പേഷ്യൻസിന് കാണുന്നതല്ലേ, അവർക്ക് വലിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ സ്മൈൽ ലൈൻ ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മാറ്റം നമുക്ക് 1.5 month എടുക്കുമെന്നല്ലേ, വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടല്ലേ ഇങ്ങനെ കുറച്ച്, അപ്പൊ അത് അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ മാത്രം ചെറുതായിട്ട്. പക്ഷെ എനിക്ക് ഒരുപാട് അങ്ങനെ മാറ്റം വരുത്താനില്ലാത്ത കാരണം നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. ടൈറ്റനിങ് ഫീൽ തോന്നുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിൻ ടൈറ്റ് ആവണം. അത് നമ്മളിപ്പോ ഈ ഒരു ഏരിയയിലോട്ട് ചെയ്യേണ്ട ആൾക്കാർ, കാരണം ശ്രീജിക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇവിടെ ഒരു ലൂസനിങ് ഇല്ല. പക്ഷെ ഒരു 40s കഴിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ലൂസനിങ് വരുമ്പോഴത്തേക്കിന് അത് ചെയ്യുമ്പോൾ ഇവിടെയും ടൈറ്റ് ആവും. 40s ആണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കുറെ സാഗിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം വരും. നമ്മൾ ഭയങ്കര യങ്ങായ പോലെ ഫീൽ ചെയ്യും. അത് നമുക്ക് ഈ സാഗിങ് ഒക്കെ ഒഴിവാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ബ്യൂട്ടി കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നമ്മൾ ഒരുപാട് ഡോക്ടർമാരുണ്ട് കേട്ടോ. എന്റെ ചുറ്റും അവരൊന്നും തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഉണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ കഴിയും. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഡോക്ടർ രേഷ്മ ഡോക്ടർ കണ്ടിട്ടുള്ളത് എല്ലാവരും നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരി, നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഒരുപാട് വട്ടം സിറ്റിംഗ്സ് വേണ്ടി വരാമോന്നായിരുന്നു എൻ്റെ ഒരു കൺസേൺ. പക്ഷെ ഒറ്റ ടൈമിൽ തന്നെ ഇത് ടൈറ്റൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റം കാണുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും പിടിക്കും. എന്തായാലും മെഡിഗ്ലോയുടെ ഡീറ്റെയിൽസും അതുപോലെയുള്ള മറ്റു വിവരങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഏട്ടാ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഏട്ടാ? നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാ, നമ്മുടെ വല്ലൂരിലേക്ക്. മലയടിവാരത്തിലാണ് എൻ്റെ ജീവൻ ഇരിക്കുന്നത്. അങ്ങോട്ട് പോവാട്ടോ. എവിടെ എൻ്റെ പുത്രൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മഴ കേട്ടാ. വരുന്ന വരവ് കണ്ടാ, ഭയങ്കര മഴക്കാരാ.
ഭാഗ്യ എല്ലാട പഴാട ഉണ്ടാക്കാനാട്ടാ. ആ മതി മതി. മഴ എന്നൊക്കെ പറഞ്ഞ എജ്ജാതി മഴയായിരുന്നു അറിയോ നമ്മുടെ ഇവിടെ പെയ്യുണ്ടായിരുന്നത്. എന്റെ പൊന്നി മൂക്കോടും മുക്കുകൂട്ടിയെ കാണാത്ത മഴ. മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മഴ. നോക്ക് പുറത്ത് നോക്ക്. ഈ സംഭവം ഇനി ഇതിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേടാവും, വാഴയ്ക്ക് വളവും. നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാട്ടോ. നമ്മുടെ ഈ ഒരു പഴം അട നമ്മൾ ഷോർട്സ് ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് നിങ്ങൾ കുഞ്ഞിതായിട്ട് തന്നെ കാണുന്നത്. പക്ഷേ ഞാൻ നമ്മുടെ പോർട്രേറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അത് കാണാനില്ല. അങ്ങനെ നമുക്ക് ഈ ഒരു പഴം ഉണ്ടല്ലോ നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. റവ നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇത് വറുക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തരിതരിപ്പും കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അരിപ്പൊടി വേണം. അരിപ്പൊടി നമ്മളവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത് കേട്ടോ. ശർക്കര നമ്മൾ നമ്മുടെ മൈസൂർക്ക് പോയപ്പോഴേ ലക്ഷ്മണൻ്റെ ചേച്ചിയും അവരൊക്കെ നമ്മളിങ്ങനെ പൂജിച്ചിട്ട് തന്നില്ലേ, ആ ഒരു കവറിലുണ്ടായിരുന്നതാണ് ഈ ഗമ്മട്ടൻ ശർക്കര. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കി ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി കളറുള്ള ശർക്കരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാനി കുറച്ചും കൂടി കളറാകുമ്പോഴേ നമ്മുടെ ആ ഒരു അടയും കൂടെ ഒരു കളറിൽ അങ്ങനെ അങ്ങനെ ഇരിക്കും. അങ്ങനെ അതൊക്കെ മെൽറ്റായിട്ട് വന്നപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര. അതിലേക്ക് നമ്മൾ അരിപ്പൊടിയും റവയും പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പഴവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു നെയ്യും കൂടി ഇട്ട് ഇളക്കി കൂട്ടി നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയതാണ് ഈ കാണുന്ന രൂപത്തിൽ. ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടി വരും കേട്ടോ തണുക്കുമ്പോൾ, അതാക്കി എടുക്കണം. ഇപ്പോൾ പഴമൊക്കെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ പഴം അങ്ങോട്ട് ചീഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പഴത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇനിയാണ് അതിന് വരിക കേട്ടോ, ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ബാക്കി പരിപാടി ഇലയിൽ ഇത് പൊതിയുന്നു. നല്ല രസം കിട്ടാന്ന് നമ്മൾ ഇല എടുക്കുന്നു. അപ്പോൾ ഇല നമുക്കൊന്ന് വാട്ടുന്നതിന് പകരം ഇപ്പം നമ്മൾ ഗ്യാസിന് വെച്ചിട്ടല്ല വാട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് ചേച്ചി പറഞ്ഞു തന്നതാണ്, നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇല നന്നായിട്ട് വാടി കിട്ടും. ഈ കാണുന്ന പരിപാടി നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത്. എവിടെയാണ് മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന വരവാ ഭാഗ്യം. ആ ചേട്ടൻ്റെയാണോ നമ്മുടെ കുറെ നേരം വിളിക്കുന്നത്, കാലത്തോട്ട് വിളിക്കുന്നതാ. 23 കൊല്ലം കായത്തിന് നമ്മുടെ 2 റോബസ്റ്റ് വെട്ടി പഴുത്തതുണ്ടായാലും ഇത് സൂപ്പറായിട്ട് കേട്ടാ. കണ്ട നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമ്മുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് താക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമുള്ള പരിപാടി കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ അത് ഇരിക്കും. വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊന്നും കൂടി ആവി കയറ്റി നന്നായിട്ട് ചൂട് കയറ്റി വെക്കണം എന്നുള്ള ചില സമയങ്ങളിൽ ചില ഭക്ഷണങ്ങൾ വഴുവഴുപ്പ് വരാറുണ്ട്. അപ്പം നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വീണ്ടും ഒന്ന് ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഓവൻ ചെയ്തിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അട കിട്ടും കേട്ടോ. ഭയങ്കര ഹെൽത്തിയുമാണ്. പിന്നെ ഈ ഒരു ഷുഗർ ഇല്ലാത്തവർക്ക് പറയണ്ടല്ലോ, എന്താ പറയുക, എന്തോരം വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ നല്ല വാട്ടിയ വാഴയിലയിൽ അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അട അങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ ഒരു നീരാവി എത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു തണ്ടിങ്ങനെ വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അടിപൊളി അട, അതോടൊപ്പം തന്നെ ഗംഭീര മഴ.
ഉണ്ടാക്കി വെച്ചെന്ന് റവ അരിപ്പൊടിയും പിന്നെ അങ്ങനെ ഉണ്ടാക്കിയ. നമ്മുടെ ചേച്ചിയോടൊക്കെ വിശേഷം പറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ അട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പഴം അട. ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ എല്ലാവരും. അങ്ങനെ നിങ്ങളെ അട തിന്ന് കൊതിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗോടെ അവസാനിപ്പിക്കുകയാണ് മക്കളെ. നാളെ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ ഒരുപാട് സന്തോഷമുള്ള വാർത്തകളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.